മകരസംക്രമനാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് 1 മണിക്ക് പന്തളത്ത് നിന്ന് പുറപ്പെടും. പന്തളം രാജകുടുംബാംഗത്തിൻ്റെ മരണത്തെ തുടർന്ന് ചടങ്ങുകൾ ഇല്ല. അതുകൊണ്ട് കൊട്ടാരത്തിന് പുറത്ത്, ക്ഷേത്രത്തിന് പുറത്താണ് തിരുവാഭരണം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവാഭരണ മാളികയിൽ നിന്ന് പുറത്തെടുത്ത തിരുവാഭരണങ്ങൾ പുത്തൻമേട പന്തലിലേക്ക് എത്തിച്ചു. ഇവിടെ പേടകം തുറക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി വിവരങ്ങൾ പറയേണ്ടത് മിഥുൻ മുരളിയാണ്. മിഥുൻ, മുൻവർഷങ്ങളിലൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ ഭക്തർക്ക് തിരുവാഭരണം ദർശിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കൊട്ടാരം കുടുംബാംഗത്തിൻ്റെ മരണത്തെ തുടർന്ന് ചടങ്ങുകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. രാജപ്രതിനിധി യാത്രയോടൊപ്പം അനുഗമിക്കുന്നില്ല. ഒപ്പം കൊട്ടാരത്തിന് പുറത്ത് മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ തിരുവാഭരണ പേടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ തിരുവാഭരണ പേടകങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടോ, ആളുകൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, എപ്പോഴാണ് പുറപ്പെടുക, ബാക്കി ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഉമേഷ്, ശരണമന്ത്രങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം, മനസ്സിലും ശരീരത്തിലും അയ്യനെ മാത്രം ഭജിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. പുലർച്ചെ തന്നെ ഇവിടെ നിന്നും പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേകം സൃഷ്ടിച്ചിരിക്കുന്ന സുരക്ഷിത മുറിയിൽ നിന്നും പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പുത്തൻപുര മേടയിലെ പന്തലിലേക്ക് തിരുവാഭരണം എത്തിച്ചു. തിരുവാഭരണ പേടകം തുറന്നു വെച്ചുകൊണ്ടുള്ള ദർശനം ഇത്തവണ ഇല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പന്തളം രാജകുടുംബാംഗം അംബിക തമ്പുരാട്ടിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഈ ചില ക്രമീകരണങ്ങളിലേക്ക് മാറ്റം വരുത്തിയിരിക്കുന്നത്. രാജപ്രതിനിധിയുടെ സാന്നിധ്യമടക്കം ഇത്തവണത്തെ ഘോഷയാത്രയ്ക്ക് ഉണ്ടാകില്ല. പന്തലിൽ ക്രമീകരിച്ചിരിക്കുന്ന പേടകം തുറന്നു വെക്കാതെ ഭക്തജനങ്ങൾക്ക് ഈ തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള അവസരം ഉണ്ട്. ഉച്ചയ്ക്ക് 12:30 വരെയാണ് ഈ ഒരു സൗകര്യം ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ഭക്തജനങ്ങൾ ചെറിയ തോതിൽ രാവിലെ മുതൽ തന്നെ ഇവിടെ ദർശനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും മണിക്കൂറുകളിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 6 മണിക്ക് തന്നെ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ വെച്ച് തിരുവാഭരണങ്ങളുടെ പട്ടിക ദേവസ്വം ബോർഡ് അധികൃതരെ പന്തളം രാജപ്രതിനിധികൾ കുടുംബാംഗങ്ങൾ ബോധ്യപ്പെടുത്തി. പിന്നീട് തിരുവാഭരണങ്ങൾ പേടകങ്ങളിലേക്ക് മാറ്റി. തുടർന്ന് കൊട്ടാരത്തിലെ അശുദ്ധിയില്ലാത്ത ബന്ധുജനങ്ങൾ ചേർന്ന തിരുവാഭരണ മാളികയിൽ നിന്ന് മേടക്കല്ല് വഴി പുത്തൻമേട തിരുമുറ്റത്തേക്ക് തിരുവാഭരണ പേടകങ്ങൾ എഴുന്നള്ളിച്ചു. 7 മണിയോടടുത്ത് തന്നെ, കൃത്യസമയത്ത് തന്നെ 7 മണിക്ക് തന്നെ തിരുവാഭരണ ദർശനം ഇവിടെ ഈ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ ഉണ്ടാകുമെന്നാണ് പന്തളം കൊട്ടാരം പ്രതിനിധികൾ അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെ 7 മണിക്ക് തന്നെ പുത്തൻമേട തിരുമുറ്റത്തൊരുക്കിയ അലങ്കരിച്ച പന്തലിൽ പേടകങ്ങൾ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി വെച്ചു. തുറന്ന ദർശനമല്ല സാധാരണ രീതിയിൽ എന്ന പോലെ ഇത്തവണ ഉള്ളത്. പേടകം അതേപടി തന്നെ ഇവിടെ ഈ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:30 വരെയാണ് ഭക്തജനങ്ങൾക്ക് ദർശനമുള്ളത്. ഒട്ടനവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് ഈ ദർശനത്തിന് വേണ്ടി, അയ്യന്റെ തിരുവാഭരണങ്ങൾ ദർശിക്കുന്നതിന് വേണ്ടി, ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ 9 മണിയോടൊക്കെ അടുക്കുന്ന സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12:30 വരെ ഭക്തജനങ്ങൾക്ക് ദർശനമുണ്ടാകും. തുടർന്ന് കർപ്പൂര ദീപം തെളിയിച്ച് നീരാഞ്ജനം ഒഴിഞ്ഞ് കൊട്ടാരം കുടുംബാംഗങ്ങൾ, ഈ അശുദ്ധിയില്ലാത്ത കുടുംബാംഗങ്ങൾ ഇവിടേക്ക് അവരുടെ സാന്നിധ്യത്തിൽ ദേവസ്വം അധികാരികൾക്ക് ഈ തിരുവാഭരണ പേടകം കൈമാറും. തുടർന്ന് വാദ്യമേളങ്ങളുടെയും ശരണം വിളികളുടെയും അകമ്പടിയോടെ കൃത്യം 1 മണിക്ക് തന്നെ തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റി പേടകവാഹക സംഘം ഘോഷയാത്രയായി പുറപ്പെടും. വലിയ തമ്പുരാന്റെയും, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശുദ്ധി ഉള്ളതുകൊണ്ട്, അശൂലം ഉള്ളതുകൊണ്ട് തന്നെ വലിയ തമ്പുരാന്റെയും രാജപ്രതിനിധിയുടെയും സാന്നിധ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പന്തളത്ത് നിന്ന് ഒട്ടനവധി ഫോൺ കോളുകളും പരാതികളും ഒക്കെ വരുന്നുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം നടന്ന് സന്നിധാനത്തേക്ക് പോകുക എന്നത് ആയിരക്കണക്കിന് ഭക്തരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. എന്നാൽ ഇത്തവണ അതിന് നൽകുന്ന പ്രത്യേക പാസിൽ ദേവസ്വം ബോർഡ് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ആളുകൾക്ക് പോകുന്ന കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ സന്നിധാനത്ത് എങ്ങനെയാണോ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട്, അതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്രയുടെ കാര്യത്തിലും സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ വീഴ്ച പറ്റിയെന്ന പരാതി വ്യാപകമായിരുന്നു. ആ പരാതികൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ദേവസ്വം ബോർഡിന്? പന്തളത്തു നിന്ന് എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കാരണം പന്തളം ശബരിമലയെ സംബന്ധിച്ചൊരു വൈകാരിക കേന്ദ്രമാണ്. അവിടെ ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം കാൽനടയായി പരമ്പരാഗത കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് പോകുക എന്നത് പന്തളത്തുകാരെ മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അതൊരു വളരെ വൈകാരിക ഘടകമാണ്. അവിടെ പ്രത്യേകം പാസ് നൽകിയാണ് ആളുകളെ വിടുന്നത്. ആ പാസ് നൽകുന്ന കാര്യത്തിലൊക്കെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയതൊക്കെ വലിയ പരാതിക്കിടയാക്കിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആ കാര്യങ്ങൾ പരിഹരിക്കാൻ ദേവസ്വം ബോർഡ് കഴിഞ്ഞിട്ടുണ്ടോ? ഉപേക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നിധാനം എങ്ങനെയാണോ ഭക്തജനങ്ങൾക്ക് വൈകാരികമായിട്ട് അനുഭവപ്പെടുന്നത്, അതുപോലെ തന്നെയാണ് പന്തളവും. പന്തളത്ത് നിന്നും സന്നിധാനം വരെ ഭക്തജനങ്ങൾ ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. സാധാരണഗതിയിൽ 2650 ഭക്തജനങ്ങൾക്കാണ് കഴിഞ്ഞ തവണ പാസ് അനുവദിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ 1000 ഭക്തജനങ്ങളുടെ പാസ് അനുവദിക്കുന്നതിൽ കുറവ് ഈ ദേവസ്വം ബോർഡ് വരുത്തിയിട്ടുണ്ട്. 1500 ഭക്തജനങ്ങൾക്ക് മാത്രമാണ് തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം
പന്തളത്ത് നിന്നും സന്നിധാനം വരെ സഞ്ചരിക്കുന്നതിനുള്ള പാസ് നൽകിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ ആ ഭക്തജനങ്ങൾക്ക് സഞ്ചരിക്കുന്ന ഭക്തജനങ്ങളെ പമ്പയിൽ തടയുന്ന സാഹചര്യം ഉണ്ടാകും. പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പമ്പയിൽ നിന്നും പിന്നീട് തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം ചേർന്നുകൊണ്ട് പിന്നീട് തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം സന്നിധാനം വരെ എത്തുന്നതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഭക്തജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ ഇത്തവണ 750 ഭക്തജനങ്ങൾക്ക് മാത്രമായിരുന്നു പാസ് അനുവദിച്ചിരുന്നത്. തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനെ തുടർന്നാണ് ഈ 750 ഭക്തജനങ്ങൾക്ക് കൂടി പാസ് അനുവദിച്ചുകൊണ്ട് 1500 ഭക്തജനങ്ങൾക്ക് ഇത്തവണ പാസ് അനുവദിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. അതും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. 1000 ഭക്തജനങ്ങളുടെ കഴിഞ്ഞ തവണ 2650 ഭക്തജനങ്ങൾക്കായിരുന്നു പാസ് അനുവദിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ 1000 ഭക്തജനങ്ങളുടെ കുറവ് ഉണ്ടാകുന്നു. 1500 ഭക്തജനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ പാസ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഒട്ടനവധി ഭക്തജനങ്ങൾ ഈ പാസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഘോഷയാത്രയോടൊപ്പം തന്നെ സന്നിധാനം വരെ സഞ്ചരിക്കുന്നതിനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് അധികാരികൾ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് പന്തളം ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. പന്തളം ക്ഷേത്രം ഉപദേശക സമിതി ഈ കൃത്യമായിട്ട് തന്നെ മുഴുവൻ ആളുകൾക്കും സാധാരണഗതിയിൽ എന്ന പോലെ തന്നെ ഈ ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കി നൽകുന്നതിന് വേണ്ട പാസ് ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഈ പാസിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. ഇവർ പറയുന്ന വിശദീകരണം, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന വിശദീകരണം, ഈ പമ്പയിലെ സന്നിധാനത്തെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പാസിൽ ക്രമാനുഗതമായിട്ടുള്ള കുറവ് വരുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വാദമാണ്, ഒരു വിശദീകരണമാണ് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ മണ്ഡലകാലത്തൊക്കെ അനുഭവപ്പെട്ടിരുന്ന വലിയ തിരക്ക്, അത് ഈ കൂടുതൽ ആളുകൾക്ക് പാസ് നൽകിയാൽ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം കൂടുതൽ ആളുകൾ സന്നിധാനത്തേക്ക് എത്തിയാൽ അത് സന്നിധാനത്തെ തിരക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നുള്ള ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്രയും വൈകാരികമായിട്ട് ഈ ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കാനുള്ള ഭക്തരുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പാസ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉന്മേഷ്, ഇന്ന് 1 മണിക്ക് പന്തളം പുത്തൻമേട തിരുമുറ്റത്ത് നിന്ന് തുടങ്ങുന്ന ഈ ഘോഷയാത്രയ്ക്ക് 1:15 മണികണ്ഠൻ ആൽത്തറയിൽ ആദ്യ സ്വീകരണം നടക്കും. തുടർന്ന് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കുളനട ഭഗവതി ക്ഷേത്രം, ഉളന്നൂർ ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്ന് 3 മണി വരെയുള്ള സമയങ്ങളിൽ ഈ ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഉണ്ടാകുക. ഇന്ന് അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലാണ് ഇന്ന് രാത്രി വിശ്രമം. രാത്രി 9:30 കൂടി ഘോഷയാത്ര അവിടെ എത്തും. നാളെ പുലർച്ചെ 2-ന് പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര വൈകിട്ട് രാത്രി 8 മണിയോടുകൂടി ലാഹ വന വകുപ്പിന്റെ സത്രത്തിലെത്തും. അവിടെയാണ് നാളെ രാത്രി വിശ്രമം. അതിനുശേഷം 15-ാം തീയതി മകരവിളക്ക് ദിവസം രാവിലെ 3 മണിക്ക് ലാഹ സത്രത്തിൽ നിന്നും തുടരുന്ന ഘോഷയാത്ര വൈകുന്നേരത്തോടു കൂടി മകരസംക്രമ ദിനത്തിൽ അയ്യപ്പന് ചാർത്തുന്നതിനുള്ള ഈ തിരുവാഭരണങ്ങളുമായിട്ട് സന്നിധാനത്തേക്ക് എത്തിച്ചേരും. വലിയ ഭക്തജന തിരക്ക് തന്നെ ഇനി ഒരു മണിക്കൂറുകളിൽ പന്തളം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റി കുളത്തനാട് ഗംഗാധരപ്പെട്ടുള്ള നേതൃത്വത്തിലുള്ള തിരുവാഭരണ പേടവാഹക സംഘം സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും. ഇക്കുറി പാസ് നൽകിയതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അല്പം പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക്